എന്തെങ്കിലും ജോലിയൊക്കെ ക്ഷീണിച്ച ഒരാളാണെങ്കിൽ, ജോലി ചെയ്ത് ക്ഷീണിച്ചവരൊക്കെ ആണെങ്കിൽ, എപ്പോഴും ക്ഷീണം എപ്പോഴും തോന്നുന്നവരാണെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കുടിക്കുന്നത് ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കും. മനസ്സിലായില്ല? നമ്മുടെയൊക്കെ നാട്ടിലുണ്ടേ ഇല്ലേ, അവര് സോഡയിലാണ്, എന്തായാലും പറയാം, ലൈം സോഡ എന്ന് പറയും. ബെറ്റർ പച്ചവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഉപ്പ് ചേർത്ത് കുടിക്കുന്നത് ക്ഷീണത്തെ അകറ്റുന്നതോടൊപ്പം ഹൃദയത്തെ ആരോഗ്യമുള്ളതാക്കി തീർക്കും. അങ്ങനെ ഒരു പഠനം കൂടി നമുക്കതിൽ പഠിക്കാനുണ്ട്. കാരണം ഈ രൂപത്തിൽ കഴിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 70ഓളം രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്ന് പ്രഖ്യാപിച്ച അമൂല്യ ഔഷധ ഗുണമുള്ള ഒരു വസ്തുവാണ് ഉപ്പ്. പലരും ഇപ്പോൾ അത് കഴിക്കാൻ പേടിയുള്ളവരാണെന്ന് എനിക്കറിയാം, അല്ലേ? ഡോക്ടർമാർ അങ്ങനെ പറയും. അവര് പഠിച്ചത് അവര് പറഞ്ഞു, അവരെ കുറ്റം പറയണ്ട കേട്ടോ. അവര് പഠിച്ച സയൻസ് അവര് പറയണം. ഇപ്പം അമ്പലത്തിലെ പൂജാരി കുറെ ദൈവങ്ങളെ പൂജിക്കാനല്ലേ പറയുന്നത്. അദ്ദേഹം പഠിച്ചതാണ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണ്. നമ്മളെന്താ പറയുന്നത്? നമ്മളെ പള്ളിയിൽ ഉസ്താദ് എന്താ പറയുന്നത്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. രണ്ടും കാര്യപ്പെട്ടവളാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഡോക്ടർ അവര് പഠിച്ച പുസ്തകത്തിൽ അത് പറയുന്നു. നമ്മൾ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്, നമ്മുടെ എല്ലാ കാലത്തെയും എക്കാലത്തെയും ഉസ്വത്തുൻ ഹസന, നമുക്ക് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് ശാസ്ത്രം, ജീവിത വഴി. 70ഓളം രോഗങ്ങൾക്ക് ശിഫയുണ്ട് ഉപ്പിൽ എന്ന് നേർക്ക് നേരെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അത് കല്ലുപ്പാണ്, പൊടിയുപ്പല്ല എന്ന് ഞാൻ പ്രത്യേകം പറയുകയും ചെയ്യാം. പൊടിയുപ്പല്ല. പൊടിയുപ്പൊക്കെ ഇങ്ങനെ തൈറോയിഡിന്റെ എല്ലാം പ്രശ്നം കൂട്ടാന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ സ്ത്രീകളിലായാലും മറ്റുള്ളവരിലായാലും ഇപ്പൊ വർദ്ധിച്ചത് നമ്മളൊക്കെ ഭക്ഷ്യ വസ്തുവായി ഉപ്പ് ഉപയോഗിക്കുന്ന പൊടിയുപ്പ. ദയവ് ചെയ്ത് കല്ലുപ്പിലേക്ക് തന്നെ മാറണം. ഇനി പൊടിയുപ്പയെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കല്ലുപ്പ് വാങ്ങിയിട്ട് പൊടിച്ചു വന്ന പൊടിയായല്ലോ. പെണ്ണുങ്ങൾക്കൊക്കെ വെറുതെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സമയം ഉണ്ടാവല്ലോ, പാക്കറ്റ് വാങ്ങിക്കൊണ്ടത് കുത്തി പൊടിക്കന്നെ, എന്നാ കാണുമ്പോൾ അത് പൊടിയുപ്പ് തന്നെ, ഗുണത്തിൽ കല്ലുപ്പായി. അത്ഭുതകരമായ ഔഷധ ഗുണമുള്ള വസ്തുവാണ് ഉപ്പ്. 70ഓളം രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്നാ പറഞ്ഞത്. മാത്രമല്ല ചെറുനാരങ്ങ കൂടി ചേർക്കുമ്പോൾ അത് വീണ്ടും ഗുണമുള്ളതായി. ചെറുനാരങ്ങ എന്ന് പറയുന്നത് അമൂല്യ ഔഷധ ഗുണമുള്ള വസ്തുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്ത ഉലമാക്കൾ, അതായത് ഇമാമിങ്ങൾ, ചെറുനാരങ്ങയിലെ അമൂല്യമായ ഔഷധ ഗുണത്തെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ശ്വാസകോശ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ചെറുനാരങ്ങയ്ക്ക് കഴിയും. ഉദര സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഔഷധമായി ചെറുനാരങ്ങ വരുന്നുണ്ട്. ചെറുനാരങ്ങ അമൂല്യമായ ഔഷധമാണ്. അതിന്റെ തൊലി പോലും അമൂല്യമായ ഔഷധമാണ്. അപ്പൊ ചെറുനാരങ്ങ ലായനിയിൽ വെള്ളം ചേർത്ത് ഉപ്പ് ചേർത്ത് കഴിക്കുന്നത് ഹൃദയത്തിന് ശക്തി ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇന്നലെ ഇപ്പം ശുദ്ധിക്കാണെന്ന് തോന്നുന്നു, ചെറുനാരങ്ങ വെള്ളം വാങ്ങിയിട്ട് എന്തോ ഒരു സമരം നിർത്തുന്നത് കണ്ടു നമ്മള്, അല്ലേ? ടി ശുദ്ധിക്ക് മന്ത്രിമാരൊക്കെ നിരാഹാര സമരം കിടന്ന് എന്ത് വെള്ളം കുടിക്കുക? എന്തിന്? കുറെ ദിവസം ശരിക്കും തിന്നാണ്ട് തന്നെ ഇവരെ തടി തളർന്നു പോകും. പിന്നെയും വെല്ലുവിളിക്കാൻ ഉഷാറ് വേണ്ടേ? അപ്പൊ ആ ഉഷാറ് കിട്ടണമെങ്കിൽ ഹൃദയത്തിന് ശക്തി വേണ്ടേ? ആ ശക്തിയിലേക്ക് ഈ ചങ്ങായിനെ കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? ചെറുനാരങ്ങ ലായനി തന്നെ വേണം. അപ്പൊ ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളം ഉപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ കൊടുക്കുന്നു. ഹൃദയ ക്ഷീണത്തെ അകറ്റാൻ നല്ലതാണ്. പ്രത്യേകിച്ചും വെയിൽ കൊണ്ട് യാത്ര ചെയ്തൊക്കെ വരുന്ന ക്ഷീണമുള്ളവർക്ക് നല്ലൊരു പാനീയമാണ് ചെറുനാരങ്ങ ചേർത്ത ഈ ഉപ്പ് ചേർത്ത വെള്ളം എന്ന് പറയുന്നത്. ഇത്രയുമാണ് വെള്ളവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞത് നല്ല ശ്വസനം എന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് നല്ല പാനീയം എന്നതാണ്. മൂന്നാമതായി ഒരു മനുഷ്യന്റെ ആരോഗ്യം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകം നല്ല ഭക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു അത്ഭുതകരമായ വസ്തുത, ഗുണം കിട്ടുന്ന വസ്തുക്കൾ, ക്വാളിറ്റി കൂടിയ വസ്തുക്കൾ, അതായത് കഴിച്ചാൽ ഗുണം കൂടുതൽ കിട്ടുന്ന വസ്തുക്കൾ കുറഞ്ഞ അളവിൽ കഴിക്കുന്ന ഒരു ഭക്ഷണ രീതിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവർത്തിച്ചിരുന്നത്. നമ്മൾ നേരെ എതിരാണ്. കഴിച്ചാൽ ഗുണം കിട്ടണമെന്നില്ല, വയറ് നിറഞ്ഞിട്ട് ഒരു സമാധാനം കിട്ടാനുണ്ട്. നമുക്കൊരു സമാധാനം, അങ്ങനെ ഒരു സമാധാനമാണ്. എന്തോ ശരിയായില്ല, എന്നിട്ട് ഹോട്ടലിൽ പോയി ചായ കുടിക്കുന്ന വമ്പന്മാരൊക്കെ ഉണ്ട്. ഏത് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പീടികയിലെത്തിയപ്പോ ടൗണിലെത്തിയപ്പോഴാണ് എന്തോ ഒരു ഉർമ്മത്തായിട്ടില്ല പറയാം. നമ്മളെ തളിപ്പറമ്പിലെ ഭാഷ പറഞ്ഞാൽ ഒരു ഉർമ്മത്തായിട്ടില്ല നാസ്ത കഴിച്ചിട്ട്. നല്ല ഭാഷ കേട്ടോ അത്. ഒന്ന് റാഹത്തായിട്ടില്ല, അവിടെ ഒരു ചായയും എടുത്തെന്ന് പറയും. വെറും ചായ ആക്കേണ്ട ഒരു പഴംപുരിയും കൂടി എടുത്തോ, അല്ലെങ്കിൽ പിന്നെ ഒരു അല്ലേ മുട്ടയപ്പം എടുത്തോ, അല്ലെങ്കിൽ എന്താ പറയാന്നറിയില്ല, പൊരിച്ചോത്തിരി. മലപ്പുറത്തൊക്കെ ആണെങ്കിൽ, കോഴിക്കോടൊക്കെ ആണെങ്കിൽ അട്ടിപ്പത്തിരിയും ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാവും. റാഹത്തായിട്ടില്ല. നമുക്കൊരു തോന്നലാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണ രീതി നോക്കൂ.
ഗുണം കൂടിയ വസ്തുക്കൾ, ഒന്നുകൂടി ശ്രദ്ധിക്കൂടെ, ഗുണം കൂടിയ വസ്തുക്കൾ കുറഞ്ഞ അളവിൽ കഴിക്കുന്ന രീതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രീതി. നമുക്കും അത്തരം രീതികളൊക്കെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാനിത് പ്രസംഗിച്ചതുകൊണ്ടോ നിങ്ങളിത് കേട്ടതുകൊണ്ടോ കാര്യമില്ല. നമ്മൾ പിന്നെയും ഭക്ഷണം കാണുമ്പോഴത്തേക്ക് ഈ കവാത്ത് മറന്നുപോയാൽ ആകെ പിടുത്തം വിട്ടു. ഇന്നും കൂടി എങ്ങനെയെങ്കിലും ഇങ്ങനെ പോയിട്ട് നമുക്ക് നാളെ മുതൽ അത് നടക്കൂല, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ പറയുന്ന വമ്പന്മാരെങ്കിൽ ഇന്നും കൂടി ഇങ്ങനെ പോയിട്ട് സാറില്ല, നമുക്ക് നാളെ മുതൽ ശരിയാക്കാം, എല്ലാം നാട്ടിൽ പോയിട്ട് തുടങ്ങാം, അങ്ങനെ പറയുന്ന ആളൊക്കെ ഉണ്ടാവും. നാട്ടിൽ പോയിട്ട് തുടങ്ങാം, വീടിന് ഇതൊന്നും തിന്നില്ലേ മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ദയവേത് പറയരുത്. നിങ്ങൾക്ക് ആയുസ് വേണം, നിങ്ങൾക്ക് ആഫിയത്ത് വേണം, നിങ്ങൾ അതിനുവേണ്ടി ഭക്ഷണത്തിന്റെ അളവ് ചുരുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലായില്ലേ? ഭക്ഷണത്തിൽ ഒന്നാം സ്ഥാനത്ത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒന്നാം സ്ഥാനം എന്തിനാ? നിങ്ങൾ പറയും. ഒന്നും പറയുന്നില്ലല്ലോ. പറഞ്ഞോളി, ഇവിടെ തെറ്റലില്ല, ഉത്തരം തെറ്റലൊന്നുമില്ല, ഞാനും നിങ്ങളൊക്കെ എത്തില്ല. സ്റ്റാർച്ച്. അതെ, പ്രാതൽ നന്നായി കഴിക്കലാണ് ഭക്ഷണത്തിൽ ഏറ്റവും, അത് നല്ലൊരു മറുപടിയാണ്. കരക്ക് നല്ല ഭക്ഷണമാണ് അൽഹംദുലില്ലാഹ്. ഏറ്റവും നല്ല ഭക്ഷണം പാലാണ്. ഏറ്റവും നല്ല ഭക്ഷണം പാലാണ്. നമ്മൾ എത്ര പേർ കഴിക്കുന്നുണ്ട്? കാഴ്ചയിൽ പാനീയമാണ്, പക്ഷെ ഭക്ഷണമാണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കുന്നില്ലേ? കാഴ്ചയിൽ പാനീയമാണ്, പക്ഷേ ഭക്ഷണത്തെ, പാല് ഭക്ഷണമായി കിട്ടിയാൽ നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ദുആ ചെയ്യരുതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിൽ പലർക്കും പാൽ ഇഷ്ടമല്ല. പിന്നെ നല്ല പാല് കിട്ടാനുണ്ടോ എന്ന് എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞിരുന്നു ഒട്ടകത്തിന്റെ പാലൊക്കെ കിട്ടും, കുടിക്കണം എന്ന് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നില്ലേ? പാലിൽ ഒന്നാം സ്ഥാനം ഒട്ടകത്തിന്റെ പാൽ തന്നെയാണ്, രണ്ടാമത് ആട്ടിന്റെ പാലാണ്, മൂന്നാമത് പശുവിന്റെ പാലാണ്. ഗുണത്തിൽ പിന്നെ എപ്പോഴും ഒട്ടകത്തിന്റെ പാലൊന്നും വാങ്ങി കുടിക്കാനുള്ള കപ്പാസിറ്റി ഒരു പക്ഷെ നമുക്ക് ഉണ്ടാവില്ല. പിന്നെ ഒട്ടകത്തിന്റെ ഫോട്ടോ നോക്കി സാധാ പാല് കുടിക്കേണ്ടി വരും. അങ്ങനെയെങ്കിലും തൃപ്തി ആവാല്ല. അങ്ങനെ ഉണ്ടല്ലോ മുമ്പ് പെണ്ണുങ്ങന്മാർ ചിലപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യലേ. കൊമ്പത്തക്കോയി എന്നൊരു സാധനമുണ്ട്. മുരിങ്ങക്കായ്ക്ക് നാട്ടും പുറത്ത് പറയുന്ന ഒരു വാക്ക് കൊമ്പത്തക്കോയി എന്ന് കേട്ടില്ല? മുരിങ്ങക്കായ എന്നുള്ള ഒരു സാധനമില്ലേ? അത് നല്ല, നിങ്ങൾ ഈ ആണുങ്ങന്മാർക്ക് ഇതൊന്നും അറിയില്ല, പിന്നെ എവിടെ നിങ്ങൾ മുന്നോട്ട് പോവാ? നിങ്ങൾക്ക് വേണ്ട ഭക്ഷണമല്ലേ ഇത്? അപ്പൊ മുരിങ്ങക്കായക്ക് നാട്ടും പുറത്ത് പറയുന്ന ഒരു പേരുണ്ട്, കൊമ്പത്തെ കോഴി. കാരണം തേങ്ങ അരച്ച് രസത്തിൽ വെച്ച കോഴിക്കറിയേക്കാൾ രുചിയുള്ള സാധന. മനസ്സിലായില്ലേ? കൊമ്പത്തെ കോഴി എന്നാ പറയാ. സംഭവം കോഴിയാണ്, കോഴിന്റെ ഗുണം വേറെയുണ്ട് എന്ന് ഞാൻ പിന്നെ പറയാത്തത്. ഓക്കെ, അപ്പൊ പാലിനെ കുറിച്ച് പറയാം നമുക്ക്. നമ്മുടെ വിഷയം പാലാണ്. ഭക്ഷണത്തിൽ ഒന്നാം സ്ഥാനം പാലാണ്. പക്ഷെ നമ്മുടെ നിർഭാഗ്യത്തിന് നമ്മളത് എന്താക്കുന്നില്ല, കഴിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ആദ്യം തന്ന ഭക്ഷണം പാലല്ലേ? നിങ്ങൾ എന്താ ഇവിടെ ശ്രദ്ധിക്കാത്തത്? ദുനിയാവിൽ നമുക്ക് ആദ്യം തന്ന ഭക്ഷണം പാലാണ്. നമ്മുടെ ഉമ്മയുടെ മാതാവിന്റെ മാർവിടത്തിലൂടെ അമൂല്യ ഗുണമുള്ള പാല് തന്നാണ് അള്ളാഹു നമ്മളെ ഭക്ഷിപ്പിച്ചത്. 6 മാസം മറ്റൊരു ഭക്ഷണം കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശം കൂടി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? എത്രയും അമൂല്യമായ ഭക്ഷണം. ഈ പാല് കുടിച്ച് കുഞ്ഞിന്റെ വിശപ്പ് മാറുന്നില്ലേ? ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടഭക്ഷണങ്ങളിൽ പാലുണ്ടായിരുന്നു. പാല് കറന്ന് കുടിച്ച് വിശപ്പ് മാറ്റിയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പ്രയാസമാവില്ലെങ്കിൽ, നാട്ടിലെത്തിയാലെങ്കിലും ഇതിനൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഞാനൊരു ഇൽമു പറഞ്ഞു. ഹൃദയ ആരോഗ്യം സംരക്ഷിക്കാൻ ഒന്നാമത്തെ മാർഗം നല്ല ശ്വസനം, രണ്ടാമത്തെ മാർഗം നല്ല പാനീയം, മൂന്നാമത്തെ മാർഗം നല്ല ഭക്ഷണം. നല്ല ഭക്ഷണത്തിൽ ഒന്നാം സ്ഥാനം കാഴ്ചയിൽ പാനീയമാണ്, പക്ഷെ ഭക്ഷണമാണ്. കാരണം അന്നജം, മാംസ്യം, കൊഴുപ്പ്, ലവണങ്ങൾ, ഊർജത്തിന്റെ, ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ഊർജത്തിന്റെ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഇങ്ങനെ ഒരു സമീകൃതാഹാരം നമുക്ക് വേറെ കിട്ടാനില്ല. കൊളസ്ട്രോൾ ഇല്ല. ഈ ചില പ്രയോഗങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പറയണ, ചില പ്രയോഗങ്ങളൊക്കെ ഒരു ഭക്ഷണവും, ഞാൻ അങ്ങനെ ഒരു ചോദ്യം വന്നുകൊണ്ട്, ഒരു ഭക്ഷണവും മനുഷ്യനെ അടങ്ങേറാക്കുന്നതില്ല. മനുഷ്യൻ കഴിക്കുന്ന രീതി തെറ്റിയാലോ അളവ് തെറ്റിയാലോ മാത്രമേ ഏതൊരു ഭക്ഷണവും രോഗമാവൂ. അല്ലാതെ പാല് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. മനുഷ്യനെ കുറിച്ചുള്ള അറിവിൽ സംബന്ധിച്ച പിഴവിൽ നിന്നാണ് ഇത്തരം വാക്കുകൾ പറയേണ്ടി വന്നത്.
പാല് നമ്മളെക്കാൾ നന്നായി കുടിച്ചൊരു സമൂഹം നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ലേ? വേവിച്ച് കഴിക്കാം, വേവിക്കാതെ കഴിക്കാം. നമ്മളെക്കാൾ മുമ്പ് ഇത് കഴിച്ചൊരു സമൂഹം ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ? എല്ലാം നമ്മൾ അതിന് ഒരു മൊത്തത്തിൽ ഞാൻ പറയാം, ഏതൊരു ഭക്ഷണവും മനുഷ്യ ശരീരത്തിന് ഗുണമുള്ളതാണ്. ഇറച്ചിയായാലും മീനായാലും അരിയായാലും ഗോതമ്പായാലും ഇലക്കറി ആയാലും പിന്നെ ധാന്യം എല്ലാം മനുഷ്യന്റെ ശരീരത്തിന് ഗുണം കിട്ടുന്ന വസ്തുക്കളാണ്. പിന്നെ എന്താ ഇതിലേക്കൊക്കെ ദോഷം പറയണത്? അതിന്റെ രീതി തെറ്റുമ്പോഴാണ്. ഇപ്പൊ രാവിലെയാണ് ഒരാൾ വ്യായാമം ചെയ്യുന്നതെങ്കിൽ അത് ശരീരത്തിന് ഗുണം ചെയ്യും. വൈകുന്നേരം ആണെങ്കിലോ ഗുണമൊന്നും ചെയ്യില്ല. വ്യായാമം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വൈകുന്നേരം എന്ന് പറയുന്നത് ശരീരം സ്വമേധയാ വിശ്രമത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന സമയമാണ്. ഒരു മനുഷ്യന്റെ വൈകുന്നേരം എന്ന് പറയുന്നത് വിശ്രമത്തിലേക്ക് ശരീരത്തിന് താല്പര്യം വരുന്ന സമയമാണ്. ആ സമയം കൊണ്ടുപോയിട്ട് ഇതൊക്കെ പൊക്കിയിട്ട് ഇങ്ങനെ ഊർജ്ജം ഉണ്ടാക്കിയിട്ട് എന്താക്കാനാണ്? ജിമ്മേ, ഞാൻ അങ്ങനെ പറഞ്ഞതാ. സംഭവം നല്ലതാണ്. നല്ല മസിൽ, നല്ല ചെസ്റ്റ്, നല്ല ഉഷാറായി നടക്കണം. എല്ലാ ചെറുപ്പക്കാരും പെണ്ണൊന്നും കെട്ടിയിട്ടില്ല, ചെലവൊന്നും ഇല്ലെങ്കിൽ ആ പൈസ കൊണ്ട് നല്ല ബോഡി നന്നാക്കിയിട്ടെ നല്ല അഭ്യാസങ്ങളൊക്കെ പഠിച്ച് നല്ല ഉഷാറായി നടക്കണം. ഒക്കെ നല്ലതാ. മുമ്പ് നമ്മളെ ജിഫ്രി തങ്ങള്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, നന്ദി ദാറുസ്സലാമില് കിതാബ് ഓതി സമയത്ത് പറയേണ്ടത്, കുപ്പായം തുണിയുമായിട്ട് പൈസ വേണ്ട, നല്ല നല്ല സാധനങ്ങൾ വാങ്ങി നല്ല ഉഷാറാക്കി ശരീരം നല്ല ആരോഗ്യം ഉണ്ടാക്കി പോയി പെണ്ണെല്ലാം കെട്ടേണ്ടതാണ്. ആരോഗ്യം നന്നാക്കണം. ചെറുപ്പക്കാർ നല്ല ഉശിരുള്ള ശരീരം വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല ശരീരം വേണം. അലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഉശിരുള്ള ശരീരത്തോടെ വേണം നമ്മൾ നാട്ടിലേക്ക് പോകാൻ. അതിന്റെ വഴി ഇവിടുന്ന് പഠിക്കണം. അതിന് പറ്റുന്ന ഭക്ഷണം ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നല്ല ഉശിരുള്ള ശരീരമാക്കാൻ പറ്റുന്ന സാധനം ഇവിടെ കിട്ടും, ഞാൻ പറഞ്ഞുതരാം. അപ്പം പാല് ഏറ്റവും സമ്പൂർണമായ ആഹാരമാണ്. ഭക്ഷണത്തിൽ ഒന്നാം സ്ഥാനം പാലിനാണ്. ഓക്കെ, അത് ഫിനിഷ്. പിന്നെ കൊളസ്ട്രോളിന്റെ പ്രശ്നം വരുമെന്ന് പറയുന്നത് വെറുതെയാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. തെറ്റായ അളവിൽ കുടിക്കുക, പ്രശ്നം വന്നേക്കാം. ശരിയായ അളവിൽ കുടിച്ചാൽ ഒരിക്കലും ഒരു ശരീരത്തിലും ഒരു ഭക്ഷണവും, അത് ഇറച്ചി, ആട്ടിറച്ചി, പോത്തിറച്ചി, മൂരിയിറച്ചി, എനി ടൈപ്പ്, ഏത് ഇറച്ചിയാണെങ്കിലും ഏത് മീനാണെങ്കിലും ഏത് ഭക്ഷണമാണെങ്കിലും ശരിയായ അളവിൽ ശരിയായ രൂപത്തിൽ കഴിച്ചിട്ട് ഒരാൾക്കും കൊളസ്ട്രോളിന്റെ പ്രശ്നം വരില്ല, ആധിക്യം വരില്ല. തെറ്റുന്നിടത്താണ് പ്രശ്നം. അതിപ്പോ പച്ചവെള്ളം കുടിക്കുന്നത് തെറ്റിയാലും പ്രശ്നം വരും കേട്ടോ. പച്ചവെള്ളം കുടിക്കുന്നത് തെറ്റിയാലും പ്രശ്നം വരും. അതിൽ അങ്ങനെയാണ് അതിന്റെ രീതി. അപ്പൊ പാലിൽ ഏറ്റവും ഗുണമുള്ള പാലേതാ? ഒട്ടകത്തിന്റെ പാല്. വല്ലപ്പോഴും ഒന്ന് കുടിക്കുക. 40 ദിവസത്തിൽ ഒരിക്കൽ ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നവർക്ക് ഉദര സംബന്ധമായ ഒരു രോഗവും വരില്ല. സുബ്ഹാനല്ലാഹ്. 40 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നവർക്ക് ഉദര സംബന്ധമായ രോഗങ്ങൾ വരാൻ ചാൻസ് വളരെ കുറവാണ്. അത്ര അമൂല്യമായ ഗുണമുണ്ട്. പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോളിങ്ങൾ. ഭക്ഷണത്തിൽ രണ്ടാമത് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം, ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും അതുവഴി ശരീരത്തിന്റെ ടോട്ടൽ ആരോഗ്യത്തെ നിലനിർത്താനും സഹായിക്കുന്ന ഭക്ഷണത്തിലെ 2ാം സ്ഥാനക്കാരൻ പഴമാണ്. അപ്പൊ ഒന്നാമത് പാല്, രണ്ടാമത്തത് പഴം. അബുൽ ബഷർ ആദം അലൈഹിസ്സലാം ഭൂമി ലോകത്ത് താമസിക്കാൻ വരുമ്പോ പഴങ്ങളോടൊപ്പമാണ് വന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അത്തിപ്പഴം അതിൽപ്പെട്ടതാണ്. ഏകദേശം 16-17 വ്യത്യസ്ത ഇനം പഴങ്ങളുമായിട്ടാണ് ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലോട്ട് വന്നത് എന്ന് ചില മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഭൂമിയിൽ മനുഷ്യൻ താമസിക്കാൻ വേണ്ടി വന്നപ്പോ ഭക്ഷണമായി കൊണ്ടുവന്നത് പഴങ്ങളായിരുന്നു. അപ്പൊ പാല് കഴിഞ്ഞാല് പാല് കിട്ടാത്തവർക്കും ഇവിടെ സുലഭമായി എന്ത് കിട്ടും? പഴം കിട്ടും. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പ്രിയതമ ഹാജറ ഉമ്മയെയും ഇസ്മായിൽ അലിഹിസ്സലാം എന്ന പൊന്നുമോനെയും മക്കത്തുൽ മുക്കറമയിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു നടക്കുമ്പോ ദുആ ചെയ്തത് അവർക്ക് പഴങ്ങൾ കൊണ്ട് ഭക്ഷിപ്പിക്കണേന്നാ. യർസുഖുഹും മിനസ് സമറാത്തി, പഴങ്ങൾ കൊണ്ട് നീ അവരെ ഭക്ഷിപ്പിക്കണേ അല്ലാഹ്. നമ്മളിൽ മഹാഭൂരിഭാഗം ആളുകളും ഭക്ഷണത്തിന്റെ മെനുവിൽ പഴത്തിന് തീരെ ചാൻസ് കൊടുക്കാറില്ല. വല്ലതും കഴിച്ച് അവസാനം പേരിന് പൂരിപ്പിക്കുന്ന ഒരു പരിപാടി മാത്രമാണ് ഏത്? പഴം. ഒരു എസ്സേ എഴുതുന്നവര് പഴം ഉപയോഗിക്കുന്ന ആരുണ്ടോ? വിട്ടഭാഗം പൂരിപ്പിക്കുക, അതിന് പഴം. ഏറ്റവും ചുരുങ്ങിയത് ഒറ്റവാക്കിൽ ഉത്തരത്തിലെങ്കിലും കൂട്ടരുതേ, അതില്ല. പഴങ്ങൾക്ക് ദയവ് ചെയ്ത് പ്രാധാന്യം കൊടുക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ കിട്ടും. നിങ്ങളത് ചെയ്യണം. നിങ്ങളുടെ ആഫിയത്ത് ഒരു കുടുംബത്തിന്റെയും ഒരു നാട്ടിന്റെയും പ്രതീക്ഷയാണ്.
ഞാൻ കഴിഞ്ഞ തവണത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അന്ന് ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ, പഴത്തിൽ ഈത്തപ്പഴം കഴിക്കണം, നേന്ത്രപ്പഴം കഴിക്കണം, പ്രത്യേകിച്ചും ഹൃദയാരോഗ്യം പറയുമ്പോൾ ഉറുമാമ്പഴം കഴിക്കണം. ഹൃദയ ആരോഗ്യം പറയുമ്പോൾ ഉറുമാമ്പഴം പറയാതിരിക്കാൻ പറ്റൂല. പക്ഷെ ഉറുമാമ്പഴം കഴിക്കേണ്ട സമയം സുബഹിന്റെ മുമ്പാണ്. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. 15 മിനിറ്റാണ് ചവക്കേണ്ടത്. അതും കൂടി പറഞ്ഞുതരാം. എല്ലാത്തിനും ഭാഗ്യം വേണേ, അല്ലാണ്ട് ഇതിങ്ങനെ തോണ്ടിയെടുക്കാൻ പറ്റുന്ന പരിപാടിയൊന്നും അല്ലല്ലോ. അതായത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് ക്ഷീണം, രോഗം, ബുദ്ധിമുട്ട്, അയാൾക്ക് ഉറുമാമ്പഴം വലിയ ഔഷധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നു. പക്ഷെ അവിടെയുള്ള ഒരു വിഷയം എന്താണെന്നറിയോ? അത് കഴിക്കേണ്ടത് ഏത് സമയത്താ? സുബഹിന്റെ മുമ്പാണ്. പക്ഷെ എത്രയേ കഴിക്കണ്ടോ? അതിലെ 15 അല്ലി, അത്രേ വേണ്ടൂ. നിങ്ങൾ മനസ്സിലാക്കിയൊരു 3-4 ഉറുമാമ്പഴം വെട്ടി വിഴുങ്ങണം. നിങ്ങളിങ്ങനെ സന്തോഷത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പലതും തിന്നണ്ടെന്ന് പറഞ്ഞു പോയിട്ട് ഇന്നിപ്പോ തിന്നാൻ പറയണം. എല്ലാരും വലിയ റാഹത്തിലാ ഉള്ളത്. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞത്? 15 സീഡ്. ഉറുമാമ്പഴം പൊളിക്ക, അതിൽ നിന്ന് എത്ര കുരു എടുക്കാനാ പറഞ്ഞേ? ആ 15 എണ്ണം വായിലിടുക. എന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന അവരെ ഓർമ്മിക്കാരെ, അവര് ബബിളുകൻ ചവക്കുന്നുണ്ടില്ലേ? ബബൂല് ചുയിങ്ങൻ ചവക്കുന്നുണ്ടില്ലേ? എത്ര നേരാ ചവക്കുക എന്ന് പറഞ്ഞവർ, നിങ്ങൾ അത്രയും ചവക്കണ്ട, 15 മിനിറ്റ് നേരെങ്കിലും നന്നായി ചവച്ച് 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 അതിലെ അമൂല്യമായ ഔഷധ ഗുണത്തെ വയറിലെത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ഹൃദയ ആരോഗ്യ വിഷയത്തിൽ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹൃദയം എന്ന വിഷയം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉറുമാമ്പഴത്തിലേക്ക് പോയത്. പൊതുവേ ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന പഴമാണ് നേന്ത്രപ്പഴം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഹാർട്ട് ഫ്രൂട്ട് എന്ന പേരുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഈത്തപ്പഴം ഒക്കെ ഹൃദയത്തെ ശക്തിപ്പെടുത്തും, സംശയമൊന്നും വേണ്ട. എന്നാൽ ഹൃദയത്തിന് ബലക്കുറവ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നവര് പഴം കഴിച്ചതിനെ ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞ നൂറാനിയായ ഗുണം പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, പ്രകാശ ഗുണം പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സുബഹിന് മുമ്പുള്ള സമയത്ത് വെറും 15 എണ്ണം എടുത്തിട്ട് നന്നായി പതുക്കെ ചവച്ച് 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 ചവച്ചിട്ട് ഒരു 15 മിനിറ്റ് അത്രേ വേണ്ടൂ. 15 മിനിറ്റ് നേരം നന്നായി ചവച്ചതിന്റെ നീര് മാത്രം ഇറക്കുക. അവസാനം ഒന്നും ഉണ്ടാവില്ല വായില്. അത്രമേൽ അത് ഉമിനീരിൽ കലർന്ന് ഭക്ഷണം എന്ന ഗുണത്തിൽ നിന്ന് വിട്ട് മരുന്ന് എന്ന ഗുണത്തിലേക്ക് അതെത്തും. അതാണ് അതിന്റെ പോയിന്റ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? ഒരു വസ്തു നമ്മൾ സാധാ രൂപത്തിലാണ് ചവച്ചരച്ച് കഴിക്കുന്നതെങ്കിൽ ഭക്ഷണം എന്ന ഗുണം കിട്ടും. സാധാ രൂപത്തിലും ചവച്ചരക്കുന്നില്ലെങ്കിൽ ഭക്ഷണം എന്ന ഗുണം കിട്ടൂല. വെറുതെ പഴയ കാലത്ത് ഉന്നത്തിന്റെ കടക്കുണ്ടാകുന്നവർ എന്തോ സാധനം അങ്ങനെ കയറ്റി വിട്ടിട്ട് വയറെന്ന് അറിയാന്നല്ലാണ്ട് ഗുണമൊന്നും കിട്ടൂല. നമ്മളിപ്പോ എന്തൊക്കെ തിന്നുണ്ട്, എന്നിട്ട് എന്തോ ആരോഗ്യമുണ്ടോ? എന്താ കിട്ടാത്തത്? ചവക്കാത്തോണ്ട്. ശരിയായി ചവച്ചരച്ച് ജ്യൂസാക്കണം എന്നല്ലേ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ചവക്കാത്തോണ്ടാ ഗുണം കിട്ടാത്. ചവക്കലിന്റെ നീളം കൂടിയാൽ, ചവക്കലിന്റെ ടൈമിംഗ് കൂടിയാല് മെഡിസിനൽ ഇഫക്റ്റിലേക്ക് ഈ വസ്തു എത്തി. രോഗം വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? കുലു, തിന്നുക. തിന്നാൻ അറിഞ്ഞു തിന്നുക എന്നതിന്റെ അർത്ഥം. കുലു എന്ന് ഇമാം റംലി തങ്ങൾ പറഞ്ഞു, തിന്നുക. ശരീരത്തിന് രോഗം വരാതിരിക്കാൻ ഖുർആൻ പഠിപ്പിച്ച വഴി എന്തെന്നാ ചോദ്യം? മനസ്സിലായില്ലേ? ശരീരത്തിന് രോഗം വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിനുള്ള പ്രതിരോധ വഴി ഖുർആനിലുണ്ടോന്നാ ചോദ്യം. എന്താ മറുപടി? കുലു, തിന്നുക. വയറ് നിറയെ തിന്നാന്നല്ല, തിന്നേണ്ട രൂപത്തിൽ തിന്നുക. നമ്മളിൽ മഹാഭൂരിഭാഗം ആളുകളുടെയും പ്രശ്നം ഭക്ഷണം കഴിക്കാൻ അറിയില്ല എന്നതാണ്. ഇത് നിങ്ങൾ വിഷമിക്കരുത്. ഭക്ഷണം കഴിക്കാൻ അറിയില്ല നമുക്ക്. എന്തിനായി ഭക്ഷണം കഴിക്കുന്നത് എന്നും അറിയില്ല നമുക്ക്. ഭക്ഷണം കഴിക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ സുന്നത്തായ മര്യാദകൾ നമ്മൾ പാലിക്കുമായിരുന്നു. ഏത് സുന്നത്തായ മര്യാദ? ഈ ആരോഗ്യകരമായ മര്യാദ. ഭക്ഷണം നന്നായി ചവച്ചരച്ച് ജ്യൂസാക്കിയിട്ട് ഭക്ഷണത്തെ ഇറക്കുന്ന ഒരു ശീലം നമ്മളിൽ വരുമായിരുന്നു. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. കുലു എന്ന് പറഞ്ഞാൽ തിന്നാൻ മുത്തനബി പഠിപ്പിച്ച രൂപത്തിൽ നീ തിന്നുക എന്നാണ് ഈ കാലഘട്ടത്തിൽ അതിന്റെ അർത്ഥം. ഈ കാലഘട്ടത്തിൽ അതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ നീ ഭക്ഷണം കഴിക്കുക എന്നാണ്. കുട്ടികളെ നിങ്ങൾ അങ്ങനെ പരിശീലിപ്പിക്കണം. ഇനിയുള്ള തലമുറയെങ്കിലും അങ്ങനെ രക്ഷപ്പെടട്ടെ. കൊളസ്ട്രോളിന്റെ പ്രശ്നം വരുന്നത് ഭക്ഷണം നന്നായി ചവച്ചിറക്കാത്തോണ്ടാണ്. ഭക്ഷണത്തിൽ യഥാവിധി
ഉമനീര് കലരാത്തോണ്ടാ. ഈ കൊളസ്ട്രോളിന്റെ പ്രശ്നം വരുന്നത്, പൊണ്ണത്തടി പ്രശ്നം വരുന്നത് ഭക്ഷണം നന്നായി ചവച്ചരക്കാത്തത് കൊണ്ടാണെന്നാ പറഞ്ഞതിനർത്ഥം. നന്നായി ദഹനത്തിന്റെ ഒന്നാം ഘട്ടം മനുഷ്യന്റെ വായക്കകത്ത് നിന്ന് ആരംഭിക്കുന്നത്. നമ്മളിൽ പലരും മനസ്സിലാക്കിയത് ഭക്ഷണം ദഹിക്കുന്നത് വയറിൽ നിന്ന് മാത്രമാണെന്നാ. ഭക്ഷണം ദഹിക്കുന്നത് വയറിൽ നിന്ന് മാത്രമല്ല. ഭക്ഷണം ദഹിക്കുന്നത് തുടങ്ങുന്നത് വായക്കകത്ത് നിന്നാ. വായക്കകത്ത് വെച്ച് ചവക്കാൻ തുടങ്ങലോടുകൂടി ദഹനത്തിന്റെ ഒന്നാം ഘട്ടം ആരംഭിച്ചു. ഡൈജസ്റ്റീവ് എൻസൈമുകൾ വായക്കകത്തുണ്ട്, വയറിലുള്ളതുപോലെ. 10 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായി ദഹനത്തിന് വിധേയമാകുന്നത്. 10 ഘട്ടങ്ങളിലൂടെ. അതുകൊണ്ടാണ് രാവിലെ കഴിച്ചാൽ വൈകുന്നേരം വരെ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റും, വൈകുന്നേരം കഴിച്ചാൽ പിറ്റേന്ന് രാവിലെ വരെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഫതൂർ അശ, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഭക്ഷണക്രമം ഫതൂർ അശ. വിശപ്പുണ്ടെന്ന് കഴിച്ചു നിങ്ങള്, അത് വേറെ വിഷയം. വിശക്കുണ്ടെന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഫതൂർ അശ, അതാണ് ആരോഗ്യകരമായ ഭക്ഷണം. അപ്പൊ കഴിക്കേണ്ടുന്ന മെത്തേഡ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രകാരം നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി നിനക്കുണ്ടാകുമെന്നാണ് സയ്യിദുനാ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമിക ലോകത്തെ പഠിപ്പിച്ചത്. മനസ്സിലാക്കണം.